ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കപ്പ ബിരിയാണിയാണ്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കാണാനും നല്ല മൊഞ്ചാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിലോട്ട് വെക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിനോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വിനാഗിരി അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, പിന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 8 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. ഇനി കപ്പയിലേക്ക് തേങ്ങ വറുത്തത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ വേപ്പിലിട്ട് കൊടുത്ത് അതിനുശേഷം ഒരു ബൗള് തേങ്ങ ചിരകിയത് വറുക്കുകയാണ്. ഇത് ബ്രൗൺ കളർ ആവണ വരെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതല്ലെങ്കിൽ ഇതിൽ വെച്ചിരിക്കും വീണ്ടും മൂപ്പ് കൂടുള്ളൂ. നേരത്തെ കുക്കറിൽ തയ്യാറാക്കിയ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ കൊള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി ബീഫ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. കപ്പ ബീഫിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഈ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ബീഫിലും കപ്പയിലും ഒക്കെ എത്തുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ് നമുക്ക് ഫീൽ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. വറുത്ത തേങ്ങ ഇടുന്നതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് മല്ലിയിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സാം വലൈക്കും.